മാസപ്പടി കേസിൽ വീണ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട് ഇഡി എസ്എഫ്ഐ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച തെളിവുകളും അനുബന്ധ രേഖകളും നൽകണം. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷമാണ് ഇഡിയുടെ നീക്കം. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം എസ്എഫ്ഐ രേഖപ്പെടുത്തിയ അന്വേഷണത്തിലെ മൊഴികൾ അത് ഏറ്റവും പ്രധാനമായിരുന്നു. നിലവിൽ അവരുടെ റിപ്പോർട്ട് മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രധാനപ്പെട്ട മൊഴികൾ കൂടി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ എല്ലാ ആളുകളുടെയും മൊഴികൾ നേരത്തെ എസ്എഫ്ഐ രേഖപ്പെടുത്തിയിരുന്നു. വീണ, ഒപ്പം തന്നെ ശശിധരൻ കർത്ത അടക്കമുള്ള CMR MD ശശിധരൻ കർത്ത അടക്കമുള്ള ആളുകളുടെ മൊഴികളായിരുന്നു രേഖപ്പെടുത്തിയത്. CMR ജീവനക്കാരുടെ മൊഴിയും ഇതോടൊപ്പം തന്നെ നൽകിയിരുന്നു. ഈ മൊഴികൾ കൂടി പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. നേരിട്ട് ചില മൊഴികൾ രേഖപ്പെടുത്തി. അങ്ങനെയാണ് CMR MD ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. 2 മണിക്കൂറുകൾ നീണ്ട മൊഴി രേഖപ്പെടുത്തലായിരുന്നു അന്ന് അന്വേഷണ സംഘം നേരിട്ട് തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുകയും ചെയ്തത്. മാത്രമല്ല അന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് SFI അന്വേഷണം കൂടുതൽ ഊർജിതമാകുന്നതും ഇതേ ആളുകളുടെ മൊഴി SFI കൂടി രേഖപ്പെടുത്തുന്നതും. അങ്ങനെ ഈ 2 മൊഴികളും തമ്മിൽ അന്വേഷണത്തിന് സംഘത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതലായി എന്തെങ്കിലും മൊഴികൾ ഇവിടെ ഉണ്ട് എങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കണം. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന മൊഴികളാണ് ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. കമ്പനികാര്യ നിയമത്തിലെ ചില വകുപ്പുകളുടെ ലംഘനം, കമ്പനികാര്യ നിയമത്തിന്റെ പൂർണ്ണമായ ലംഘനം എന്നീ കാര്യങ്ങളിലാണ് പ്രധാനമായും SFIയുടെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ മൊഴികളിൽ ഉണ്ടോ, അത് സ്ഥിരീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിലേക്ക് അന്വേഷണം നീളുന്നതോ ആയ വിവരങ്ങൾ ഉണ്ട് എങ്കിൽ കൂടുതൽ ആളുകളുടെ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. മാത്രമല്ല ഈ മാസപ്പടി ഡയറി അത് ഏറ്റവും പ്രധാനമാണ് ഇഡിയെ സംബന്ധിച്ചിടത്തോളം. അന്വേഷണത്തിൽ നേരത്തെ തന്നെ അത് പിടിച്ചെടുത്തിരുന്നു. അന്വേഷണ സംഘം SFI അത് പിടിച്ചെടുത്തു. SFI അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ മൊഴിയിലാണ് നിരവധി ആളുകൾ, പല നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് മാസപ്പടി നൽകിയതിന്റെ വിവരങ്ങൾ അതിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കപ്പേരുകളിലാണ് ഇത്തരത്തിൽ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതേക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് ആ ഡയറിയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇഡി വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ കോടതിയിൽ അപേക്ഷ നൽകിക്കൊണ്ട് ഓരോ രേഖകളായി കരസ്ഥമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നേടിയെടുത്തുകൊണ്ടായിരിക്കും അന്വേഷണത്തിൽ മുന്നോട്ട് പോവുക എന്ന്. അങ്ങനെ ആദ്യം അപേക്ഷ നൽകിയപ്പോഴാണ് ഇഡിക്ക് ഈ പകർപ്പ് ലഭിച്ചത്, അതിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ്, SFI റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചത്. ആ പകർപ്പ് പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് ഇഡി വ്യക്തമാക്കി. അങ്ങനെ ആ പകർപ്പുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട മൊഴികളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ തേടിയിരിക്കുന്നത്. അത് SFI വഴി ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ശരി ജിജീഷ്.